നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ ഇടുക്കി ജില്ലാ ഓഫീസ് ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു. തൊടുപുഴ നിയോജകമണ്ഡലം കോൺഗ്രസ് ക്യാമ്പ് എക്സിക്യൂട്ടീവ് മാടപ്പറമ്പിൽ റിസോർട്ടിൽ നടന്നു. DCC പ്രസിഡന്റ് CP മാത്യു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ വെങ്ങല്ലൂർ മുനിസിപ്പൽ UP സ്കൂളിൽ ഫെഡറൽ ബാങ്ക് നൽകിയ ഇന്ററാക്റ്റീവ് ആൻഡ്രോയിഡ് ഡിജിറ്റൽ ബോർഡ് കൈമാറി. മുനിസിപ്പൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം ചെയ്തു. വ്യാഴാഴ്ച കോതമംഗലം മേഖലയിലെ സ്വകാര്യ ബസ്സുകളുടെ വരുമാനം വയനാട് പുനരധിവാസത്തിന് നൽകുമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോതമംഗലം യൂണിറ്റ് പ്രസിഡന്റ് ജോജി എടാട്ടേലും ജനറൽ സെക്രട്ടറി നവാസ് CBയും അനി കാർത്തികയും അറിയിച്ചു. ചെറുവട്ടൂർ സർക്കാർ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീന പഠനോപകരണ സമർപ്പണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ ഇടുക്കി ജില്ലാ ഓഫീസ് ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ബേബി ജോർജ് അധ്യക്ഷത വഹിച്ചു. മികച്ച വ്യവസായികൾക്കുള്ള അവാർഡ് വിതരണവും നടന്നു. കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ ആദം സ്റ്റാറിൽ വ്യവസായ ഭവൻ പ്രവർത്തനം ആരംഭിച്ചു. വ്യവസായ ഭവന്റെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു. നമ്മളിപ്പോ മിഷൻ 1000 തെരഞ്ഞെടുക്കപ്പെട്ട വ്യവസായങ്ങളെ ഒരു 100 കോടി ടേൺ ഓവറുള്ള ശരാശരി ഒരു 1000 വ്യവസായികൾ, അപ്പോൾ 1 ലക്ഷം കോടി ടേൺ ഓവർ കേരളത്തിൽ 1000 വ്യവസായികൾ. സമ്പദ്ഘടന ചലനാത്മകമാകും, റവന്യൂ കൂടും. ഈ രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. ആ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലാൻഡ് ലീസ് പോളിസി ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചപ്പോൾ, നമ്മൾ ചെന്നൈയിൽ ഇപ്പോൾ മറ്റന്നാൾ ഒരു റോഡ് ഷോ ഉണ്ട്. അപ്പോൾ അവിടുത്തെ സംരംഭകൻ പറഞ്ഞു, ഈ പോളിസിയുടെ ഭാഗമായി സാമ്പത്തിക കുരുക്കിൽപ്പെട്ട് കൈമാറാനൊന്നും കഴിയാതെ ആത്മഹത്യ ചെയ്ത നിരവധി വ്യവസായികൾ കേരളത്തിൽ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ എസ്റ്റേറ്റിൽ പ്രതിസന്ധിയിലായി കുറെ മുടക്കി. ഈ ലാൻഡ് കൈമാറാൻ പറ്റില്ല, തിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ടു, കൈമാറാൻ പറ്റുന്നില്ല. പ്രതിസന്ധിയിലായ സംരംഭത്തിന്റെ ആക്ടിവിറ്റി മാറാൻ പറ്റുന്നില്ല. ഇൻഡസ്ട്രി കുറെ ഉത്തരവ് ഇറക്കിയിരുന്നു, നടപ്പിലാക്കപ്പെട്ടില്ല. ഇപ്പൊ നമ്മൾ റവന്യൂ കൂടി ചേർന്ന് ഭൂമിയുടെ കാര്യത്തിൽ അവരുടെ അവകാശം കൂടി അംഗീകരിച്ച് എന്നാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തി വളരെ സിംപ്ലിഫൈ ചെയ്ത ലാൻഡ് അലോട്ട്മെന്റ് പോളിസി വന്നു. 25,000 രൂപ കൊടുത്താൽ ഓണർഷിപ്പ് മാറാം, 10,000 രൂപ കൊടുത്താൽ ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യാം. ഇപ്പൊ ഉള്ള പരാതികൾ ഈ പുതിയ ചട്ടത്തെ അടിസ്ഥാനപ്പെടുത്തി അപേക്ഷകൾ സ്വീകരിച്ച് ജില്ലാ തലത്തിൽ അദാലത്ത് നടത്താൻ തീരുമാനിച്ചു. ഇവിടെ എത്ര പരാതിയുണ്ടായി? KSSIA ജില്ലാ പ്രസിഡന്റ് ബേബി ജോർജ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് A. നിസാറുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. തൊടുപുഴ സിന്നമൺ കൗണ്ടി ഓഡിറ്റോറിയത്തിൽ പൊതുയോഗവും 2023-24 വർഷത്തെ മികച്ച വ്യവസായികൾക്കുള്ള അവാർഡ് വിതരണവും നടന്നു. ബിസിനസ് എക്സലൻസ് അവാർഡിന് റെജി വർഗീസ് മാർബൽ മാട്രസ് തൊടുപുഴ അർഹനായി. ലെഗസി ഓഫ് എക്സലൻസ് അവാർഡിന് CV വാസുദേവനും എൻടെക് കമ്പോണൻസ് തൊടുപുഴ TJ സിറിയക്കും ജോസിറ്റ് പ്രീകോം തൊടുപുഴ അർഹരായി. 2023-24 വർഷത്തെ ബെസ്റ്റ് എന്റർപ്രണർ ഓഫ് ദി ഇയർ അവാർഡിന് TT ജോസ് മാസ് എന്റർപ്രൈസസ് വണ്ടൻമേട് അർഹനായി. വിമൻ എന്റർപ്രണർ ഓഫ് ദി ഇയർ അവാർഡിന് ജാസ്മിൻ അജി അപ്പൂസ് ഫുഡ്സ് തുടങ്ങനാട് അർഹയായി. 2023-24 വർഷത്തെ ന്യൂ എന്റർപ്രണർ ഓഫ് ദി ഇയർ അവാർഡിന് അബിൻ മാത്യുവും സൂപ്പർ ടെക് ഇൻഡസ്ട്രീസ് കോടിക്കുളം അർഹനായി. യോഗത്തിൽ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ലിസിയമ്മ സാമുവൽ, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് എബ്രാഹിം കുര്യാഗോസ്, സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി PJ ജോസ്, ജില്ലാ സെക്രട്ടറി B. ജയകൃഷ്ണൻ, സ്റ്റേറ്റ് ട്രഷറർ ജോസഫ് വൈഗട, മുൻ KSSF ചെയർമാൻ ജോസഫ് T. സിറിയക്, ജില്ലാ ട്രഷറർ സുനിൽ വഴുതാലക്കാട്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോബി ചെറിയാൻ, ഇടുക്കി ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ അജിത് രാജ് എന്നിവർ ആശംസകൾ അറിയിച്ചു. ജില്ലാ സെക്രട്ടറി റെജി വർഗീസ് യോഗത്തിന് നന്ദി പ്രകാശനം നടത്തി. ജില്ലയിലെ വ്യവസായ പ്രമുഖർ, നവവ്യവസായികൾ, വനിതാ വ്യവസായികൾ, ജില്ലാ വ്യവസായ വകുപ്പ് പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വയനാട് ദുരിതാശ്വാസ ഫണ്ട് ശേഖരണം നടത്തി.
കേരളം കണ്ട സമാനതകളില്ലാത്ത ദുരന്തമുഖത്തുള്ളവരെ സഹായിക്കുന്നതിനായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശപ്രകാരമാണ് ഫണ്ട് ശേഖരണം നടത്തിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വയനാട് ദുരിതാശ്വാസ ഫണ്ട് ശേഖരണം നടത്തി. കേരളം കണ്ട സമാനതകളില്ലാത്ത ദുരന്തമുഖത്തുള്ളവരെ സഹായിക്കുന്നതിനായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഫണ്ട് ശേഖരണം നടത്തിയത്. വ്യാപാരികളെയും അവിടെ സാധാരണക്കാരായ ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഭാഗമായി ജില്ലാ ബേസ് ചെയ്ത് 2 കോടി രൂപ സ്വരൂപിക്കുവാൻ വ്യാപാരികൾ തീരുമാനിച്ചിട്ടുള്ളതും അതിൻ്റെ ഭാഗമായി പല്ലാരിമംഗലം യൂണിറ്റ് ഒരു കളക്ഷൻ സംവരണം നടത്തുകയും അതിന് വ്യാപാരികളിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു പ്രതികരണം കിട്ടുകയും ചെയ്തിട്ടുള്ളതാണ്. അടിവാട് ടൗണിൽ നടത്തിയ ഫണ്ട് ശേഖരണ പ്രവർത്തനങ്ങൾക്ക് പല്ലാരിമംഗലം യൂണിറ്റ് സെക്രട്ടറി ഷെറു എം.എ, ട്രഷറർ ജോർജ് കെ.ജെ, സിദ്ദീഖ്, ഷംജൽ PM, ഉമ്മർ കുഞ്ചാട്ട്, ഉബൈസ് മുക്കട, മീമി കവലയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. തൊടുപുഴ നിയോജക മണ്ഡലം കോൺഗ്രസ് ക്യാമ്പ് എക്സിക്യൂട്ടീവ് മാടപ്പറമ്പിൽ റിസോർട്ടിൽ നടന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ് പതാക ഉയർത്തി ക്യാമ്പ് ആരംഭിച്ചു. DCC പ്രസിഡന്റ് CP മാത്യു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. KPCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് S. അശോകൻ, ജോസി സെബാസ്റ്റ്യൻ, മുൻ DCC പ്രസിഡന്റുമാരായ EM അഗസ്തി, ജോയി തോമസ്, റോയ് K. പൗലോസ്, ഇബ്രാഹിംകുട്ടി കലാർ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു. മിഷൻ 2025 മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി തൊടുപുഴ നിയോജക മണ്ഡലം കോൺഗ്രസ് ക്യാമ്പ് എക്സിക്യൂട്ടീവ് മാടപ്പറമ്പിൽ റിസോർട്ടിൽ നടന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ് പതാക ഉയർത്തി ക്യാമ്പ് ആരംഭിച്ചു. വാർഡ് ഡീലിമിറ്റേഷന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളും പുതിയ വാർഡ് പ്രസിഡന്റുമാരെ തിരഞ്ഞെടുത്ത് 2025 തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ വാർഡുകളിലും ജയിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് DCC പ്രസിഡന്റ് CP മാത്യു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ് അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് S. അശോകൻ, ജോസി സെബാസ്റ്റ്യൻ, മുൻ DCC പ്രസിഡന്റുമാരായ EM അഗസ്തി, ജോയി തോമസ്, റോയ് K. പൗലോസ്, ഇബ്രാഹിംകുട്ടി കല്ലാർ, KPCC സെക്രട്ടറിമാരായ MN ഗോപി, തോമസ് രാജൻ, KPCC എക്സിക്യൂട്ടീവ് അംഗം AP ഉസ്മാൻ തുടങ്ങിയവർ ക്യാമ്പിനെ അഭിസംബോധന ചെയ്തു. ക്യാമ്പിലെ ചർച്ചകൾക്കും ക്ലാസുകൾക്കും രാഷ്ട്രീയ കാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ നേതൃത്വം നൽകി. ഉല്ലാസ് തോമസ്, ഉദയഭാനു എന്നിവർ ക്ലാസുകളെടുത്തു. തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 150 പ്രതിനിധികൾ ക്യാമ്പിൽ പങ്കെടുത്തു. തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കോൺഗ്രസിന്റെ ഡീലിമിറ്റേഷൻ കമ്മിറ്റികൾ രൂപീകരിച്ചു. കരിമണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജോയി തലക്കൻ സ്വാഗതവും DCC സെക്രട്ടറി NI ബെന്നി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ വെങ്ങല്ലൂർ മുനിസിപ്പൽ UP സ്കൂളിൽ ഫെഡറൽ ബാങ്ക് നൽകിയ ഇന്ററാക്റ്റീവ് ആൻഡ്രോയിഡ് ഡിജിറ്റൽ ബോർഡ് കൈമാറി. സ്കൂൾ PTA പ്രസിഡന്റ് പ്രേംജി സുകുമാരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുനിസിപ്പൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ ബോർഡ് വാർഡ് കൗൺസിലർ നിധി മനോജ് ഫെഡറൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് നിഷ K. ദാസിൽ നിന്നും ഏറ്റുവാങ്ങി. പ്രസ് ക്ലബ് സെക്രട്ടറി ജെയ്സ് വാട്ടപ്പള്ളി ബോർഡിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. തൊടുപുഴ വെങ്ങല്ലൂർ മുനിസിപ്പൽ UP സ്കൂളിൽ ഫെഡറൽ ബാങ്ക് നൽകിയ ഇന്റർ ആക്റ്റീവ് ആൻഡ്രോയിഡ് ഡിജിറ്റൽ ബോർഡ് കൈമാറി. സ്കൂൾ PTA പ്രസിഡന്റ് പ്രേംജി സുകുമാരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുനിസിപ്പൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഒരു കാലത്ത് ഈ സ്കൂള് നിന്നു പോകുമോ എന്ന് വരെ ആശങ്കയുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം മാറി ഇന്ന് വലിയ പുരോഗതിയും കൈവരിച്ച് നല്ല ഒരു നിലയിലേക്ക് നമുക്കെത്താൻ സാധിച്ചു. അതിന് പിന്നിൽ ഈ വേദിയിലിരിക്കുന്ന നിരവധിയായ ആളുകളുടെ വലിയ പ്രയത്നമുണ്ട്. നമുക്കറിയാം, ഓരോ സമയത്തും പുതിയ കെട്ടിടം ഇവിടെ സ്ഥാപിക്കുന്നതിനും അതുപോലെ ഡിജിറ്റൽ സംവിധാനങ്ങളുള്ള നിരവധി ക്ലാസ് റൂമുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള വാഹന സൗകര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്മളൊരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ നേരെ മുമ്പ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഒക്കെ ഉപയോഗിച്ചിരുന്ന സ്ഥാനത്ത് നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മുടെ അധ്യാപകൻ്റെ വിരൽത്തുമ്പിൽ നമുക്ക് ഈ ലോകം മുഴുവൻ അല്ലെങ്കിൽ നമ്മൾ ശാസ്ത്രരംഗത്തും വിദ്യാഭ്യാസപരമായും അപ്പോൾ ഈ ഭൂലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ക്ലാസ് റൂമിൽ നമുക്ക് കാണിച്ചു തരുന്നതിനും നമ്മളെ പഠിപ്പിക്കുന്നതിനും നമ്മുടെ കുട്ടികളെ അത് പഠിപ്പിക്കുന്നതിനു വേണ്ടി ഇത്തരത്തിലുള്ള ഒരു
ഡിജിറ്റലൈസ് ചെയ്ത ഒരു സംവിധാനം, നമുക്ക് പറയാം നമ്മുടെ ഒരു ലാപ്ടോപ്പിൻ്റെ ഒക്കെ ഒരു പുതിയ വേർഷൻ എന്ന് വേണേൽ നമുക്ക് പറയാം. ഡിജിറ്റൽ ബോർഡ് വാർഡ് കൗൺസിലർ നിധി മനോജ് ഫെഡറൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് നിഷ കെ ദാസിൽ നിന്നും ഏറ്റുവാങ്ങി. പ്രസ് ക്ലബ് സെക്രട്ടറി ജെയ്സ് വാട്ടപ്പള്ളി ബോർഡിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. കൂട്ടായ്മ ഉള്ള ഒരു അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഈ സ്കൂളിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ അവർ മുൻപോട്ട് പോകുന്നത്. അതൊക്കെ തന്നെ ഈ സ്കൂളിൻ്റെ ഒരു പുരോഗതിയുടെ ഒരു അടയാളമാണ്. ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളിന്ന് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയുവാനും പഠിക്കുവാനും നമുക്ക് കഴിയണം. നമ്മുടെ രക്ഷിതാക്കളൊക്കെ ഇന്ന് ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞു. കാരണം ഏതെങ്കിലും ഒരു ഫോണിൽ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ മാറി കിടന്നാൽ ഇന്ന് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ മതി, അവനത് ഒരു മിനിറ്റ് കൊണ്ട് റെഡിയാക്കി നമ്മുടെ കയ്യിലേക്ക് തരും. നമുക്കതിനെക്കുറിച്ച് ചിലപ്പോൾ ഒരുപക്ഷെ അറിയത്തുണ്ടാവുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എല്ലാം ഡിജിറ്റലൈസ് ചെയ്ത ഒരു ലോകത്തിൽ നമ്മൾ ടെക്നോളജി എല്ലാം മാറി മാറി വരുന്നൊരു കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുവാനും അത് ജീവിതത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അത് മാറ്റുവാനും സാധിച്ചാൽ മാത്രമേ നമ്മളുടെ ആ ഒരു ലക്ഷ്യം നമുക്ക് പൂർത്തീകരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. യോഗത്തിൽ ഫെഡറൽ ബാങ്ക് റീജിയണൽ ഹെഡ് ബുഷി സത്യനെ, മുൻ SMC ചെയർമാൻ രാജീവ് പുഷ്പാങ്കദനും പ്രസ് ക്ലബ് സെക്രട്ടറിയെ PTA വൈസ് പ്രസിഡന്റ് ഡോക്ടർ KK ഷാജിയും പൊന്നാട അണിയിച്ച് ആദരിച്ചു. യോഗത്തിൽ SMC ചെയർമാൻ റഫീഖ് പള്ളത്തറമ്പിൽ, എക്സിക്യൂട്ടീവ് അംഗം ഷമീർ കുഞ്ചാവീടൻ, ഫെഡറൽ ബാങ്ക് ബ്രാഞ്ച് ഹെഡ് ആദർശ് ജെ മുണ്ടക്കൽ എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ MR സ്വപ്ന സ്വാഗതവും SRG കൺവീനർ ഷാമില നവാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സമാനതകളില്ലാതെ വയനാട്ടിൽ നടന്ന ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട സഹോദരങ്ങളെ ചേർത്തു നിർത്തുന്നതിനും സഹായിക്കുന്നതിനും കോതമംഗലത്തെ ബസ് ഉടമകളും തൊഴിലാളികളും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് വ്യാഴാഴ്ച ഒരു ദിവസം സർവീസ് നടത്തുകയാണ്. സർവീസ് നടത്തി ലഭിക്കുന്ന മുഴുവൻ തുകയും അന്നേ ദിവസം ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് കൈമാറുമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോതമംഗലം യൂണിറ്റ് പ്രസിഡന്റ് ജോജി എടാട്ടേലും ജനറൽ സെക്രട്ടറി നവാസ് CBയും അനി കാർത്തികയും കോതമംഗലം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോതമംഗലം താലൂക്കിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും അതിനോട് ഐക്യദാർഢ്യവും ഞങ്ങളുടെ തൊഴിലാളികളും ഉടമകളും എല്ലാവരും കൂടി ഒരുമിച്ച് ഈ വ്യാഴാഴ്ച ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കിട്ടുന്ന മുഴുവൻ പൈസയും വയനാടിൻ്റെ കൈത്താങ്ങിനായിട്ട് കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സംരംഭത്തിൽ ഉടമകളും തൊഴിലാളികളും ഒരുമിച്ച് നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. 2018 ഇതുപോലെ സമാനമായ സംഭവം പ്രളയവുമായി ബന്ധപ്പെട്ടുണ്ടായി. അന്ന് വളരെ ശ്ലാഘനീയമായ രീതിയിൽ കേരളത്തിലെ മുഴുവൻ ബസ് ഉടമകളും ഒരു ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയ തുക സംഭാവന ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇതിലൂടെ ഞങ്ങൾ തുക സംഭാവന ചെയ്യുക എന്നതിനോടൊപ്പം തന്നെ ഈ സ്വകാര്യ ബസ്സുകൾ എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുമായി വളരെയേറെ അടുത്ത ബന്ധം പുലർത്തുന്ന, അത് വിദ്യാർത്ഥികളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും പ്രായമായ ആളുകൾ, ചെറുപ്പക്കാർ എല്ലാവരുമായിട്ടും ബന്ധപ്പെട്ടു പോകുന്ന, ഇനി അന്യസംസ്ഥാന തൊഴിലാളികൾ, എല്ലാ സാധാരണക്കാരായ ആളുകൾ മുതൽ എല്ലാവരെയും ബന്ധപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണ് സ്വകാര്യ ബസ് ഉടമകൾ. ഈ സ്വകാര്യ ബസ്സുകൾ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഞങ്ങൾ നീങ്ങുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എല്ലാ ആളുകളിലേക്കും ഈ ഒരു അവബോധം സൃഷ്ടിക്കാൻ, അതായത് നമ്മുടെ ചെറിയ തുകകളാണെങ്കിൽ പോലും ബസ്സിൽ കയറുന്ന യാത്രക്കാരുണ്ട്. അപ്പോൾ അവരെ ബസ് ഫെയറിൻ്റെ കൂടെ തന്നെ പല ആളുകളും ഈ ഒരു സന്ദേശം കാണുമ്പോൾ ഇതിനോട് യോജിക്കാനും ഇതിനോട് സഹകരിക്കാനും ഒക്കെ തയ്യാറാകുന്ന വളരെ മനോഹരമായ കാഴ്ചകൾ ഞങ്ങൾ മുൻകാലഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട്. ചെറുവട്ടൂർ സർക്കാർ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീന പഠനോപകരണ സമർപ്പണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം അധ്യക്ഷത വഹിച്ചു. ചെറുവട്ടൂർ സർക്കാർ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീന പഠനോപകരണ സമർപ്പണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം അധ്യക്ഷത വഹിച്ചു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലയിലെ മികച്ച വിദ്യാലയമായ ചെറുവട്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭൗതിക അപര്യാപ്തതകൾ മനസ്സിലാക്കി സ്കൂളിന് ഒരു ഓഡിറ്റോറിയം അനുവദിക്കുവാനും സ്കൂളിലെ വൈദ്യുതിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാനും സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുവാനും അതോടൊപ്പം നിലവിൽ മുടങ്ങിക്കിടക്കുന്ന സ്കൂൾ പ്രധാന കവാടത്തിന്റെ പണികൾ എത്രയും വേഗം പൂർത്തീകരിക്കുവാനും ഹയർ സെക്കൻഡറിയും കെട്ടിടത്തിന് മുകളിൽ മിനി ഓഡിറ്റോറിയം നിർമ്മിക്കുവാനും ജില്ലാ പഞ്ചായത്തും മുന്നോട്ട് വന്നിട്ടുണ്ട്.
ഇത്തരം വികസന കാര്യങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടവും ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ് സലീമും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും എന്നുള്ള ഉറപ്പും സ്കൂളിന് ലഭിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൽ നയന ടീച്ചർ സ്വാഗതം ആശംസിച്ചു. PTA പ്രസിഡന്റ് PA ഷാഹുൽ സ്വാഗതവും ഹെഡ് മിസ്ട്രസ് സിന്ധു ടീച്ചർ നന്ദിയും പറഞ്ഞു. എല്ലായിടത്തും ആ വർണ്ണവസ്ത്രത്തിൻ്റെ ആ പദ്ധതി എത്തിച്ചേർക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല നമ്മുടെ LP സെക്ഷനിൽ മാത്രമാണ് അത് പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പണി പൂർത്തീകരിച്ചിട്ടുള്ള വലിയ മനോഹരമായിട്ടുള്ള 3 നില കെട്ടിടം നമ്മുടെ ഒരു വിശാലമായി കിടക്കുന്നുണ്ട്. ഒരു വർണ്ണവസ്ത്രം കൂടി പ്രിയപ്പെട്ട പ്രസിഡന്റ് അനുവദിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കൂള് ഏറ്റവും ഭംഗിയായി ഏറ്റവും സുന്ദരമായി കാണുവാൻ കഴിയും. വളരെ നല്ല ഒരു അന്തരീക്ഷമുള്ള ഒരു സ്കൂളാണ്. ജില്ലയിൽ ഏറ്റവും മികച്ച ഏറ്റവും കൂടുതൽ A+ ലഭിച്ച ഹയർ സെക്കൻഡറിയിലും ഏറ്റവും കൂടുതൽ A+ ലഭിച്ച ഒരു വിദ്യാലയമാണ്. 100 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വയനാട് മുണ്ടക്കയിലുണ്ടായ ദുരന്തത്തിൽ അനുശോചനം അറിയിച്ച വണ്ടിപ്പെരിയാർ സ്വദേശികളായ ഒരു കുടുംബം. വണ്ടിപ്പെരിയാർ ഡൈമുക്ക് സ്വദേശികളായ ഈ കുടുംബം 5 വർഷക്കാലം വയനാട് മുണ്ടക്കയിൽ താമസക്കാരായിരുന്നു. 5 വർഷത്തിന് ശേഷം ഇവർ തിരികെ വന്നതിന് ശേഷം കഴിഞ്ഞ ദിവസം ഉണ്ടായ ദുരന്തത്തിലാണ് 5 വർഷക്കാലത്തെ വയനാട് മുണ്ടക്കൈ നിവാസികളുടെ സ്നേഹസ്മരണകൾ BBC ന്യൂസുമായി പങ്കുവച്ചത്. സ്വന്തം നാട്ടിൽ നിന്നും വയനാട് മുണ്ടക്കയിൽ ജീവിതമാർഗവുമായി ചേക്കേറിയ ശേഷം ഒടുവിൽ തിരികെ സ്വദേശത്തേക്ക് മടങ്ങി. VR വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിരുന്നു വയനാട് മുണ്ടക്കയിൽ ഉണ്ടായത്. ഇന്ത്യ മഹാരാജ്യത്തിനൊപ്പം ലോകത്തെ തന്നെ സങ്കട കണ്ണീരിലഴ്ത്തിയ ദുരിതത്തിൽ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 402ഓളം ജീവനുകൾ പൊലിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. ഈ അവസരത്തിൽ ദുഃഖകരമായ അനുഭവങ്ങൾ വയനാടുമായി ബന്ധപ്പെട്ട് രാജ്യമെമ്പാടുമുള്ളവർ പങ്കിടുമ്പോൾ ഇങ്ങകലെ പ്രകൃതി രമണീയമായും ആത്മബന്ധമുള്ളതുമായ വണ്ടിപ്പെരിയാർ ഡൈമുക്കിൽ നിന്നും 5 വർഷക്കാലം വയനാട് മുണ്ടക്കയിൽ ജോലിക്കായി പോയ ഒരു കുടുംബത്തിന്റെ ആത്മബന്ധവും ഒപ്പം മുണ്ടക്കൈ നിവാസികളുടെ സ്നേഹത്തിന്റെയും കടപ്പാടിന്റെയും കഥകളുമാണ് വണ്ടിപ്പെരിയാർ ഡൈമുക്ക് പുതുവൽ സ്വദേശികളായ ജോയ് തോമസും ഭാര്യ ലിസിയും BBC ന്യൂസിനൊപ്പം പങ്കുവയ്ക്കുന്നത്. 1993 കാഞ്ഞിരപ്പള്ളിയിലെ ഒരു വ്യക്തിയുടെ സ്വകാര്യ ഏലത്തോട്ടത്തിൽ സൂപ്പർവൈസറായാണ് വണ്ടിപ്പെരിയാർ ഡൈമുക്ക് സ്വദേശിയായ ജോയ് ചേട്ടനും കുടുംബവും വയനാട് മുണ്ടക്കയിൽ എത്തുന്നത്. ഇവിടെ ജോലിയിൽ പ്രവേശിച്ച ശേഷം 5 വർഷക്കാലത്തിന് ശേഷമാണ് ജോയ് ചേട്ടനും കുടുംബവും തിരികെ വണ്ടിപ്പെരിയാറിൽ എത്തുന്നത്. അന്യനാട്ടിൽ നിന്നും ജോലി തേടിയെത്തിയ തങ്ങൾക്ക് മുണ്ടക്കൈ നിവാസികൾ നൽകിയ സ്നേഹത്തെക്കുറിച്ചും തങ്ങളെ ജീവന് തുല്യം സ്നേഹിച്ചവരുടെ വിയോഗത്തിലെ വേർപാടിനെക്കുറിച്ചുമുള്ള ദുഃഖങ്ങൾ ജോയ് ചേട്ടൻ പങ്കുവയ്ക്കുന്നു. ജോലിക്കായിട്ട് 92-ലാണ് വയനാട്ടിലെ റാണിമല എസ്റ്റേറ്റിൽ ജോലിക്കായിട്ട് പോകുന്നത്. ഒരു 3 മാസം ഞാൻ തന്നെ ജോലി ചെയ്തെങ്കിലും അതിനുശേഷം ഫാമിലിയായിട്ട് തന്നെയാണ് വയനാട്ടിൽ ജീവിച്ചത്. ഞങ്ങളുടെ തോട്ടത്തിൽ താമസസൗകര്യം അന്ന് ഇല്ലായിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മുണ്ടക്കയിൽ ഈ പനയാളം പ്ലാന്റേഷൻ്റെ എസ്റ്റേറ്റിലാണ് താമസിച്ചിരുന്നത്. ഞങ്ങൾ ഈ താമസിച്ചിരുന്ന സ്ഥലം ഉൾപ്പെടെയാണ് ഈ ഉരുൾപൊട്ടി മൊത്തം നശിച്ചു. അവിടെ ഒത്തിരി ഈ 5 വർഷത്തോളം ഞങ്ങളവിടെ താമസിച്ച അവിടെയായിട്ട് ഒത്തിരി ആൾക്കാരുമായിട്ട് ബന്ധങ്ങളും പരിചയങ്ങളും നല്ല ആൾക്കാരും ഞങ്ങൾക്ക് പറയാൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് പല ആൾക്കാരും. ആ ഓർമ്മ ഇന്നും ഞങ്ങളുടെ വയനാട് ജീവിച്ചത് ഇന്നും ഞങ്ങൾ മനസ്സിലുണ്ട്. പറഞ്ഞു കേട്ടു തങ്കച്ചൻ എന്ന് പറഞ്ഞൊരാൾ തങ്കച്ചൻ്റെ ബന്ധുക്കൾ ഉണ്ട്. പിന്നെ അടുത്ത ഒത്തിരി പേരുണ്ട്. അത് എല്ലാവരുടെയും വ്യക്തമായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ട് ഇനിയും വിളിച്ച് പറഞ്ഞില്ല ആരൊക്കെയാണെന്നുള്ളത്. ബന്ധപ്പെട്ട് അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പ്രകൃതി രമണീയമായും വണ്ടിപ്പെരിയാർ തോട്ടം മേഖലയുമായും ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശം കൂടിയായിരുന്നു വയനാട്ടിലെ തോട്ടം മേഖലയായ മുണ്ടക്കൈ പ്രദേശം. ആയതിനാൽ തന്നെ തോട്ടം മേഖലയിൽ നിന്നും തോട്ടം മേഖലയിലേക്ക് കുടിയേറിയ തങ്ങൾക്ക് 5 വർഷക്കാലത്തെ മറക്കാനാവാത്ത സ്നേഹബന്ധങ്ങളാണ് ഈ ദുരന്തത്തിൽ മൺമറഞ്ഞു പോയവരും നൽകിയതെന്നും ജോയ് ചേട്ടന്റെ സഹധർമ്മിണി ലിസി ചേച്ചി പറയുന്നു. പറയുവാണെങ്കിൽ വളരെ നല്ല ആൾക്കാരാണ്. കാരണം എല്ലാ കാര്യത്തിലും സഹകരിക്കാനും നമ്മളോട് ഒരു കുടുംബത്തെ പോലെ തന്നെയാണ് അവർ നമ്മളെ കണ്ടിരുന്നത്. എന്ത് കാര്യത്തിനും ഒരു മുസ്ലിങ്ങൾക്ക് പെരുന്നാൾ വന്നാൽ അവരുടെ വീട്ടിൽ ആഹാരം ഉണ്ടാക്കി ആ ഏരിയ മൊത്തം അവിടെയാണ് ഭക്ഷണം. അതുപോലെ ഓണമാണെങ്കിൽ ഒരു ഹിന്ദുക്കളെ താമസിക്കുന്നുണ്ട്, അവരുടെ വീട്ടിലെ ഭക്ഷണം. അതുകൊണ്ടൊക്കെ ഓരോ വിശേഷങ്ങൾക്കും അതുപോലെ സഹകരിച്ച് നല്ല രീതിക്ക് പോകുന്ന നല്ല ആൾക്കാർ എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ. അതുപോലെ ഓരോ ആൾക്കാർക്കും അവരുടേതായ ആ ഒരു അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത്
അനുഭവിച്ചറിഞ്ഞവർക്ക് അർത്ഥം തന്നെയല്ലേ. മുണ്ടക്കൈ എന്ന് പറഞ്ഞാൽ വളരെ പ്രകൃതി ഭംഗിയുള്ള വളരെ നല്ലൊരു സ്ഥലമായിരുന്നു. ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ ആ സ്ഥലവും അവിടുത്തെ ആൾക്കാരെയും ഒന്നും നമുക്ക് മറക്കാനേ സാധിക്കുകയില്ല. അതുപോലെ അത് വളരെ വിഷമത്തോടു കൂടിയാണ് ഇന്ന് നമുക്കത് കാണാൻ സാധിക്കുന്നത്. വണ്ടിപ്പെരിയാർ ഡൈമുക്കിൽ നിന്നും കാഞ്ഞിരപ്പള്ളി സ്വദേശികളുടെ വയനാട് മുണ്ടക്കയിലെ ഏറ്റിൽത്തോട്ടത്തിൽ സൂപ്പർവൈസറായി ജോലി ചെയ്ത ജോയിച്ചേട്ടന്റെ ഇളയ മകൾ വയനാടിന്റെ മണ്ണിലാണ് പൂജാതയായത്. തങ്ങളുടെ മകൾക്ക് മാമോദിസ നൽകിയത് വയനാട് ചൂരൽമല സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ചിലായിരുന്നുവെന്നും ഇവർ ഓർമ്മകൾ പങ്കുവച്ചു. തങ്ങളുടെ ഇളയ മകളുടെ പ്രസവം കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നുവെന്നും ഈ സമയം പുറംനാട്ടുകാരായ തങ്ങൾക്ക് പുറത്തുനിന്നും ഭക്ഷണം വാങ്ങുവാൻ അനുവദിക്കാതെ മുണ്ടക്കൈ സ്വദേശികൾ തയ്യാറാക്കിക്കൊണ്ടുവന്ന ഭക്ഷണമാണ് തങ്ങൾക്ക് ആശുപത്രിയിൽ ലഭിച്ചതെന്നുമുള്ള വയനാട് മുണ്ടക്കൈ നിവാസികളുടെ സ്നേഹബന്ധത്തിന്റെ ഓർമ്മകൾ ഈ ദുരന്തമുഖത്തിലും ഇവർ അനുസ്മരിക്കുകയാണ്. 1998 വണ്ടിപ്പെരിയാറിലേക്ക് തിരികെ വന്ന ജോയിച്ചേട്ടനും കുടുംബവും വയനാട് മുണ്ടക്കൈ പ്രദേശവാസികളുമായും ബന്ധം നിലനിർത്തിയിരുന്നു. തിരികെ വന്ന് വീണ്ടും വണ്ടിപ്പെരിയാർ ഡൈമുക്കിൽ താമസക്കാരായ ജോയിച്ചേട്ടന്റെ സഹധർമ്മിണി 2015 മുതൽ 2020 വരെ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്നു. ഈ കാലയളവിലും അതിഥിയായി തങ്ങൾക്ക് വയനാട് മുണ്ടക്കൈ നിവാസികൾ അർപ്പിച്ച സ്നേഹത്തിന് തങ്ങൾ താമസിച്ചിരുന്ന ആ പ്രദേശം തന്നെ നഷ്ടപ്പെട്ട സാഹചര്യത്തിലും ഓർമ്മകളുടെ കണ്ണീർപ്പൂക്കൾ അർപ്പിക്കുകയാണ് ഇവർ. 5 വർഷക്കാലം തങ്ങളെ തൊഴിൽ മേഖലയിൽ സംരക്ഷിച്ച ഒരു പ്രദേശത്തെ നിവാസികളുടെ സ്നേഹത്തെയും ഇവരിലെ ചില ആളുകളുടെ വേർപാടിനെയും ഇവർ ദുഃഖത്തോടെ അനുസ്മരിക്കുന്നു. VR വിജയൻ, BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. വയനാടിനൊരു കൈത്താങ്ങായി പിണ്ടിമന TVJ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ മാതൃകയായി. പ്രകൃതി ദുരന്തം ഏറ്റുവാങ്ങിയ വയനാടിന് കൈത്താങ്ങായി ദുരിതാശ്വാസമായാണ് പിണ്ടിമന TVJM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ രംഗത്തു വന്നത്. വിദ്യാർത്ഥികൾ സമാഹരിച്ച ആദ്യഘട്ടം തുകയായ 35,881 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. സ്കൂളിൽ നടന്ന ചടങ്ങിൽ മാനേജർ ബേസിൽ പാറേക്കുടി കോതമംഗലം MLA ആന്റണി ജോണിന് തുക കൈമാറി. വയനാടിന് ഒരു കൈത്താങ്ങായി പിണ്ടിമന TVJM ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ മാതൃകയായി. പ്രകൃതി ദുരന്തം ഏറ്റുവാങ്ങിയ വയനാടിന് കൈത്താങ്ങായി ദുരിതാശ്വാസവുമായാണ് പിണ്ടിമന TVJM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ രംഗത്ത് വന്നത്. ദുരന്ത ഭൂമിയിൽ പകച്ചു നിൽക്കുന്ന വയനാട്ടിലെ മക്കൾക്കായി ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ സമാഹരിച്ച ആദ്യഘട്ടം തുകയായ 35,881 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. സ്കൂളിൽ നടന്ന ചടങ്ങിൽ മാനേജർ ബേസിൽ പാറേക്കുടി കോതമംഗലം MLA ആന്റണി ജോണിന് തുക കൈമാറി. ഇനി നമുക്കവരെ സഹായിക്കാൻ കഴിയുന്നത് അവരെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ഒരു കൈത്താങ്ങ് ആ സഹോദരങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാവരോടും ഈ പരമാവധി തങ്ങൾക്ക് കഴിയുന്ന സഹായങ്ങൾ വയനാട്ടിലെ ജനങ്ങളെ, നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ നൽകണമെന്ന് ആവശ്യപ്പെടുകയും അതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണക്കുകൾ പരിശോധിച്ചാൽ സ്വദേശത്തും വിദേശത്തും ഒക്കെയുള്ള ഒരുപാട് ആളുകൾ, നമ്മുടെ പ്രത്യേകിച്ച് കേരളീയർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ മാത്രമല്ല, ഈ ഒരു ദുരന്തത്തിൻ്റെ തീവ്രത അല്ലെങ്കിൽ ഈ ദുരന്ത വാർത്ത അറിഞ്ഞിട്ടുള്ള എല്ലാവരും, ലോകത്തുള്ള മുഴുവൻ മനുഷ്യസ്നേഹികളും നമ്മുടെ നാടിനെ സഹായിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ മുന്നോട്ട് വരികയാണ്. പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ്, പഞ്ചായത്ത് മെമ്പർമാരായ വിൽസൺ കൊച്ചുപറമ്പിൽ, ലത ഷാജി, പിണ്ടിമന സെന്റ് ജോൺസ് ചർച്ച് വികാരി റവറൻ ഫാദർ ജോർജ് ചെരിയേക്കുടി, സ്കൂൾ PTA പ്രസിഡന്റ് ബിനോയ് തറമറ്റം, PTA എക്സിക്യൂട്ടീവ് മെമ്പർ സണ്ണി പോൾ, ബെസി ഷിബു, സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി മെമ്പർമാരായ AO വർഗീസ്, എൽദോസ് കഴുതക്കോട്ട്, പ്രിൻസിപ്പൽ ഇൻചാർജ് സോബിൻ MP, ഹെഡ് മിസ്ട്രസ് നീത എന്നിവർ സംസാരിച്ചു. സ്കൂൾ തലങ്ങളിൽ കുട്ടികളുമായിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 36,000-ഓളം രൂപ ഇന്ന് ആദ്യ ഗഡു എന്ന രീതിയിൽ കോതമംഗലത്തിൻ്റെ MLA ശ്രീ ആന്റണി ജോണിന് നൽകിയിരിക്കുകയാണ്. 3ഓളം കുട്ടികൾ തങ്ങളുടെ കുടുക്കുകൾ പൊട്ടിച്ചു പോകുന്നു. ചെറിയ തൊട്ട് നാണയങ്ങൾ മുതൽ വലിയ നോട്ടുകൾ വരെ സംഭാവന നൽകിക്കൊണ്ടാണ് ഇന്ന് 36,000 രൂപ നമ്മൾ കൈമാറുന്നത്. TVJ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പഠന വിഷയങ്ങൾക്ക് ഉപരിയായിട്ട് പാഠ്യേതര വിഷയങ്ങളിൽ സഹജീവികളുടെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ചേർത്ത് നിർത്തിക്കൊണ്ട പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ ഇനിയും ഒപ്പം ഉണ്ടാകും. ആദ്യ ഗഡുവാണ് ഇന്ന് 36,000 രൂപ നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. യൂത്ത് കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ സഹകരണത്തോടെ വയനാട് പുനരധിവാസത്തിന് സഹായകമാകുന്ന വീട്ടുപകരണങ്ങളും ഫർണിച്ചറുകളും ശേഖരിച്ചു. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്.
യൂത്ത് കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ സഹകരണത്തോടെ വയനാട് പുനരധിവാസത്തിന് സഹായമാകുന്ന വീട്ടുപകരണങ്ങളും ഫർണിച്ചറുകളും ശേഖരിച്ചു. KPCC മെമ്പർ AG ജോർജ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസ് N ഡാനിയേൽ, നെല്ലിക്കുഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അലി പടിഞ്ഞാറേച്ചാലിൽ, ചെറുവട്ടൂർ മണ്ഡലം പ്രസിഡന്റ് നാസർ വട്ടേക്കാടൻ, യൂത്ത് കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് അജീബ് ഇരമല്ലൂർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ MA കരീം, അനൂപ് കാസിം, പരീദ് പട്ടമ്മാവുടി, വിനോദ് K മേനോൻ, VM സത്താർ, അലിക്കുൻ, രഹന നൂറുദ്ദീൻ, ഷൗക്കത്ത് പൂതയിൽ, KP അബ്ബാസ്, KP കുഞ്ഞ്, NM അസീസ്, ബഷീർ ചിറങ്ങര, MM അബ്ദുൽ സലാം, നൌഫൽ കാപ്പുചാലി, ഷക്കീർ പാണാട്ടിൽ, കാസിം പാണാട്ടിൽ, റഫീഖ് മരോട്ടിക്കൽ, നിസാർ പനക്കൻ എന്നിവർ പങ്കാളികളായി. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ മേഘ ഷിബു, ജഹാസ് വട്ടക്കുടി, എൽദോസ് പൈലി, അജ്നാസ് ബാബു, ബേസിൽ കൈനാട്ടുമറ്റം, അസ്ലം കബീർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. മണക്കാട് ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മഴയുത്സവം 2024ന്റെ ഭാഗമായുള്ള വയോജന സംഗമവും മെഡിക്കൽ ക്യാമ്പും പുതുപ്പരിയാരം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. വയോജന സംഗമം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാർട്ടിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. PS ജേക്കബ് അധ്യക്ഷത വഹിച്ചു. മണക്കാട് ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മഴ ഉത്സവം 2024ന്റെ ഭാഗമായുള്ള വയോജന സംഗമവും മെഡിക്കൽ ക്യാമ്പും പുതുപ്പരിയാരം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. വയോജന സംഗമം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാർട്ടിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. PS ജേക്കബ് അധ്യക്ഷനായ യോഗത്തിൽ മഴയുത്സവം കൺവീനറും വാർഡ് മെമ്പറുമായ VB ദിലീപ് കുമാർ സ്വാഗതം രേഖപ്പെടുത്തി. ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോൺ ജേക്കബ്, സിദ്ധ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കൃഷ്ണപ്രസാദ് എന്നിവർ ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകി. നളിനാക്ഷൻ നന്ദി രേഖപ്പെടുത്തി. നിങ്ങൾക്ക് ആർക്കും വയസ്സാകാലത്ത് ഒരു അസുഖം ബുദ്ധിമുട്ടിക്കാറില്ലല്ലോ. കാലും കൈയും എല്ലാം വേദന, നടുവേദന, മുട്ടുവേദന, ഉറക്കക്കുറവ്. എത്ര പേർക്ക് ഷുഗറും കൊളസ്ട്രോളും ഉണ്ട്? കൈ കുത്തിക്കുക. ഷുഗർ ഉണ്ട്. ഷുഗർ ഉള്ളവര് കൊളസ്ട്രോൾ. വയസ്സാകുമ്പോൾ നമുക്ക് ഈ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ വയസ്സാകാലത്ത് മാത്രമേ വരുള്ളൂ. ന്യൂസ് ബ്യൂറോ, മണക്കാട്. ആം ആദ്മി പാർട്ടി കീരമ്പാറ പിണ്ടിമന പഞ്ചായത്ത് കമ്മിറ്റികളും മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയും ഊഞ്ഞാപ്പാറയിലെ വ്യാപാരികളും കോതമംഗലത്തെ ഹിമാസ് നൈറ്റി ഷോപ്പും ഒരുമിച്ച് കൈകോർത്തപ്പോൾ പലചരക്ക് ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങളും വസ്ത്രങ്ങളും ഉൾപ്പെടെ വയനാട് ജനതയ്ക്ക് നൽകാനായി. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. ആം ആദ്മി പാർട്ടി കീരമ്പാറ പിണ്ടിമന പഞ്ചായത്ത് കമ്മിറ്റികളും മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയും ഊഞ്ഞാപ്പാറയിലെ വ്യാപാരികളും കോതമംഗലത്തെ ഹിമാസ് നൈറ്റി ഷോപ്പും ഒരുമിച്ച് കൈകോർത്തപ്പോൾ പലചരക്ക് ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങളും വസ്ത്രങ്ങളും ഉൾപ്പെടെ ആദ്യ ലോഡ് സാധനങ്ങളുമായി എറണാകുളത്ത് നിന്നും വാഹനം പോകുമ്പോൾ വയനാട് സഹായത്തിൽ പങ്കാളികളാകുന്നു. ഊഞ്ഞാപ്പാറയിലെ ശാന്തമ്മ ജോർജും കുട്ടിയമ്മ എന്ന 70 വയസ്സുകാരിക്ക് ക്ഷേമ പെൻഷൻ കിട്ടിയ തുകയിൽ നിന്നും ഒരു വിഹിതം കൂടി ഉണ്ട് എന്നത് മലയാളികളുടെ ഉറവ പറ്റാത്ത നന്മയുടെ നീർച്ചാലുകളാണ് നാം എന്ന് തിരിച്ചറിയണം. ഊഞ്ഞാപ്പാറയിലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളിയായ ഷിബു തങ്കപ്പൻ മുൻകൈയെടുത്ത് അടുത്തുള്ള 4 പലചരക്ക് സ്റ്റേഷനറി കടകളിൽ സ്ഥാപിച്ച വലിയ ബോക്സിൽ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരുടെ സഹകരണത്തിൽ വ്യാപാരികളുടെ കൂട്ടായ ശ്രമഫലമായി 3 ദിവസം കൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ സംഭരിച്ചത്. പലചരക്ക് ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങളും വസ്ത്രങ്ങളും ഉൾപ്പെടെ ആദ്യ ലോഡ് സാധനങ്ങളുമായി എറണാകുളത്ത് നിന്നും വയനാട് ദുരിത മേഖലയിലേക്ക് പോകുന്ന വാഹനം ആം ആദ്മി പാർട്ടിയുടെ ജില്ലയിലെ സംസ്ഥാന നേതൃത്വവും ജില്ലാ കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റികളും കൂട്ടായി നടത്തുന്ന യജ്ഞത്തിൽ ആം ആദ്മി പാർട്ടി പിണ്ടിമന മണ്ഡലവും പങ്കാളികളായി. വയനാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ട കുരുന്നുകൾക്ക് അവരുടെ വിദ്യാഭ്യാസ ചിലവും കിടപ്പാടം നഷ്ടപ്പെട്ട 2 കുടുംബങ്ങൾക്ക് വീടും ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ നിർമ്മിച്ചു നൽകും എന്ന ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസന്റെ തീരുമാനത്തിനും അതിനുള്ള പ്രവർത്തനങ്ങൾക്കും പാർട്ടി പിണ്ടിമന മണ്ഡലം കമ്മിറ്റി പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും പാർട്ടി നിയോജക മണ്ഡലം സെക്രട്ടറി വിജോയ് പുളിക്കൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി കേന്ദ്രം മൂലമറ്റത്ത് പ്രവർത്തനം ആരംഭിച്ചു. അറക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് KS വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ സിനി തോമസ്, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബു ജോസഫ്, മർച്ചന്റ്സ് അസോസിയേഷൻ ട്രഷറർ ജോസഫ് പാറയ്ക്കൽ, ഔഷധി കേന്ദ്രം ഉടമകളായ കുമാർ കള്ളിക്കാട്ട്, ഗിരീഷ് കള്ളിക്കാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇവിടെ നിന്ന് എല്ലാവിധ മരുന്നുകളും വൻ വിലക്കുറവിൽ കേന്ദ്ര സർക്കാർ സബ്സിഡിയോടുകൂടി 50 മുതൽ 80% വിലക്കുറവിൽ നൽകുന്നതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ ഇടുക്കി ജില്ലാ ഓഫീസ് ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു. തൊടുപുഴ നിയോജകമണ്ഡലം കോൺഗ്രസ് ക്യാമ്പ് എക്സിക്യൂട്ടീവ് മാടപ്പറമ്പിൽ റിസോർട്ടിൽ നടന്നു. DCC പ്രസിഡന്റ് CP മാത്യു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ വെങ്ങല്ലൂർ മുനിസിപ്പൽ UP സ്കൂളിൽ ഫെഡറൽ ബാങ്ക് നൽകിയ ഇന്ററാക്റ്റീവ് ആൻഡ്രോയിഡ് ഡിജിറ്റൽ ബോർഡ് കൈമാറി. മുനിസിപ്പൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ദീപക് ഉദ്ഘാടനം ചെയ്തു. വ്യാഴാഴ്ച കോതമംഗലം മേഖലയിലെ സ്വകാര്യ ബസ്സുകളുടെ വരുമാനം വയനാട് പുനരധിവാസത്തിന് നൽകുമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോതമംഗലം യൂണിറ്റ് പ്രസിഡന്റ് ജോജി എടാട്ടേലും ജനറൽ സെക്രട്ടറി നവാസ് CBയും അനി കാർത്തികയും അറിയിച്ചു. ചെറുവട്ടൂർ സർക്കാർ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീന പഠനോപകരണ സമർപ്പണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേട് നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.